ഹായ് ഗായ്സ്, നമുക്കൊരു യാത്ര പോയാലോ? യാത്ര പോകുന്നതിന് മുന്നേ എൻ്റെ ബ്രദറിൻ്റെ ഒരുക്കങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ആക്ച്വലി ഈ യാത്ര എങ്ങോട്ടാണെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മ ഒരുപാട് കാലമായിട്ട് ആവശ്യപ്പെടുന്നൊരു കാര്യമാണ് കോഴിക്കോട് മടവൂരും മമ്പുറത്തൊക്കെ ഒരു സിയാറത്ത് യാത്ര പോകണമെന്നുള്ളത്. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്ക് കാലിക്കട്ടൊക്കെ ഒന്ന് കറങ്ങുകയും ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബിസ്ക്കറ്റാണ് കേട്ടോ ഇത്. പോകുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡും കഴിച്ചു, ഒരു ചോക്ലേറ്റും കഴിച്ചു. ഈവനിങ് ഒരു 5 o'clock ആയപ്പോഴേക്കും ഞങ്ങൾ കാലിക്കട്ട് എത്തി. നേരെ പോയത് SM സ്ട്രീറ്റിലേക്കാണ്, നമ്മുടെ മിഠായി തെരുവ്. ഐ തിങ്ക് ഒരു 5 years മുന്നെയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് വിത്ത് മൈ ഫ്രണ്ട്സ്. ആ SM സ്ട്രീറ്റിന് ഒരു മാറ്റവും ഇല്ല കേട്ടോ, അതുപോലെ തന്നെയുണ്ട്. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ആ ക്രൗഡിനിടയിൽ ഞങ്ങൾ കുറേ ഷോപ്പിംഗ് ഒക്കെ നടത്തിയായിരുന്നു. അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള കുറേ ഹൽവാസൊക്കെ ട്രൈ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് കാലിക്കട്ട് ഉണ്ട്, പക്ഷെ എനിക്ക് അവരെ ഒന്നും വിസിറ്റ് ചെയ്യാൻ പറ്റിയില്ല. നേരെ ഞങ്ങൾ പോയത് കാലിക്കട്ട് ബീച്ചിലേക്കാണ്. ഏതാ വാങ്ങിക്കാൻ പോണേ? ആക്ച്വലി എൻ്റെ ഫാമിലിയും കസിൻസും ഒന്നും ഇതിനു മുന്നേ കോഴിക്കോട് ബീച്ചിലോ SM സ്ട്രീറ്റിലോ ഒന്നും തന്നെ വന്നിട്ടില്ല. സോ അതുകൊണ്ട് ഞാനായിരുന്നു ഇതിൻ്റെയൊക്കെ ഒരു പ്ലാനർ എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോടൻ ബീച്ചിലെ സ്പെഷ്യലായിട്ടുള്ള ഐസ് ഉരത്തി ട്രൈ ചെയ്തു. എൻ്റെ ഫാമിലി ഫസ്റ്റ് ടൈമാണ് അത് ട്രൈ ചെയ്യുന്നത്. ദെൻ ഞങ്ങൾ പല ഫ്ലേവേഴ്സിലുള്ള ഐസ്ക്രീമാണ് ട്രൈ ചെയ്തത്. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ കല്ലുമ്മക്കായ കൂടെ ട്രൈ ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ ടൈം ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കോഴിക്കോട് ബീച്ചൊക്കെ ഇങ്ങനെ വൈബടിച്ച് നടന്നിട്ട് ഞങ്ങൾ നേരെ ഐ ലവ് കോഴിക്കോടിനടുത്തേക്ക് പോയി. അവിടെ നല്ല തിരക്കായിരുന്നു. എന്നാലും കിട്ടിയ ഗ്യാപ്പിൽ ഞങ്ങൾ കുറേ പിക്സൊക്കെ എടുത്തിട്ടോ. എന്നിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. നമ്മുടെ കോഴിക്കോടിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.